ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഒരു ഹിന്ദു ഭവനത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം, എന്തൊക്കെയാണ് ഒരു വീടാകുമ്പോൾ നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കേണ്ട നിർബന്ധമായിട്ടുള്ള വസ്തുക്കൾ ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ജന്മം കൊണ്ട് ഹിന്ദുവായവർ അവരുടെ കർമ്മങ്ങളിൽ കൂടി നമ്മുടെ ഹൈന്ദവ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതുപോലെ തന്നെ ഹൈന്ദവ സംസ്കാരവും കൂടി ഉൾപ്പെടുത്തേണ്ടത് വളരെ അനിവാര്യമാണ്. എങ്കിലേ അദ്ദേഹത്തിൻ്റെ ജന്മം പോലും അർത്ഥമുള്ളതാകൂ എന്നാണ് പറയപ്പെടുന്നത്. ഒരു ഹിന്ദു എന്ന് പറയുമ്പോൾ പല തട്ടിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും അല്ലേ. പൈസ ഉള്ളവരും ഉണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. ഇതിൻ്റെ ഇടയിൽ രണ്ടിൻ്റെയും ഇടയിൽ മധ്യഭാഗത്ത് നിൽക്കുന്ന ജനവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും നമ്മൾക്കിടയിലുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ പല വിധത്തിൽപ്പെട്ട ജനങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഒരു സമൂഹം എന്ന് തന്നെ പറയാം. അപ്പോൾ ഓരോരുത്തരുടെയും ധനസ്ഥിതിക്കനുസരിച്ച് ഓരോരുത്തരുടെയും വീടുകളിൽ ഇതിൽ പറയുന്ന ഏതെങ്കിലും ചിലതെങ്കിലും നിർബന്ധമായും നിങ്ങളുടെ വീടുകളിൽ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരത്തിലുള്ള വസ്തുക്കൾ നമ്മുടെ വീടുകളിൽ ഇരിക്കുന്നത് കൊണ്ടും ദേവപ്രീതിയും അതുപോലെ തന്നെ കുടുംബ ഐശ്വര്യവും ഒക്കെയാണ് നമ്മുടെ വീടുകളിൽ പ്രതിഫലിക്കുക. ഒരു ഹിന്ദു കുടുംബത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത കുറച്ച് വസ്തുക്കൾ ഏതൊക്കെയാണ് എന്നാണ് ഇന്ന് നോക്കുന്നത്. ആദ്യം തന്നെ പറയേണ്ട പ്രധാനമായിട്ടുള്ള ഒരു വസ്തു എന്ന് പറയുന്നത് നിലവിളക്കാണ്. ഏതൊരു വീട്ടിലും നിലവിളക്ക് അത്യാവശ്യമാണ്. അത് തീരെ ചെറുതും, ഇപ്പോൾ വിപണിയിലാണെങ്കിൽ പല മോഡലുകളിലുള്ള വിളക്കുകൾ നമുക്ക് സുലഭമാണ്. എങ്കിലും നിലവിളക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പ്രധാന അവസരങ്ങളിലും അല്ലെങ്കിൽ വിശേഷപ്പെട്ട അവസരങ്ങളിലും ദിവസേനയും നമ്മൾ നിലവിളക്ക് കൊളുത്തി വയ്ക്കുന്നത് ഇത്തരത്തിലുള്ള വിളക്കുകളിലാണ് ചെയ്യേണ്ടത്. തീരെ ചെറുതും എന്നാൽ വലിയ തരത്തിലുള്ള നല്ല വലിപ്പമുള്ള വിളക്കുകളും ആവരുത് വിളക്ക് കൊളുത്തി വയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ശ്രീകോവിലിൻ്റെയൊക്കെ ക്ഷേത്രത്തിലൊക്കെ പോവുകയാണെങ്കിൽ ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗത്ത് കാണപ്പെടുന്ന താഴികക്കുടത്തിൻ്റെ ആ ഒരു രൂപത്തിലുള്ള മുകൾ ഭാഗത്ത് താഴികക്കുടത്തിൻ്റെ രൂപത്തിലുള്ള വിളക്കാണ് ഏറ്റവും ശുഭകരമായിട്ടുള്ളത്. അതായത് സാധാരണ നമ്മൾ ചിത്രത്തിലും നമ്മുടെ വീടുകളിലൊക്കെ കണ്ടിട്ടുള്ള അതേ നിലവിളക്കാണ് ഏറ്റവും ശുഭകരം എന്നാണ് പറയപ്പെടുന്നത്. ഐശ്വര്യത്തിൻ്റെ പ്രതീകമായാണ് നിലവിളക്ക് നിലകൊള്ളുന്നത്. പണ്ടുകാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉമ്മറത്താണ് നിലവിളക്കൊക്കെ കൊളുത്തി വെച്ചിരുന്നത് അല്ലേ. പണ്ടുകാലത്തൊക്കെ തെളിയിച്ചിരുന്നത് ഉമ്മറത്തായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ നിലവിളക്ക് കൊളുത്തി വയ്ക്കുന്നത് വെറും തറയിൽ വെക്കരുത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഒരു തട്ടിലോ അതുമല്ലെങ്കിൽ ചെറിയ പീഠം, അതാണ് പണ്ട് കാലത്തൊക്കെ ചെയ്തിരുന്നത്. ചെറിയ പീഠമുണ്ടെങ്കിൽ അതിലൊക്കെ വിളക്ക് കൊളുത്തിയിട്ട് നമ്മൾ അതിലാണ് വെക്കേണ്ടത്. വെറും നിലത്ത് വിളക്ക് കൊളുത്തി വെക്കരുത്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ തുളസിത്തറയാണ്. ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും പണ്ടൊക്കെ ട്രഡീഷണലായിട്ടുള്ള വീടുകളിലാണ് തുളസിത്തറയൊക്കെ കണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ഗൃഹം ഒക്കെ മോടി പിടിപ്പിക്കുന്നതിൽ വളരെയധികം ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അപ്പോൾ അത് കൂടുതൽ ഇപ്പോൾ കാണുന്നത് ട്രഡീഷണലിലേക്കാണ് കൂടുതൽ ആൾക്കാരും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വീടുകളിലൊക്കെ ഇപ്പോൾ തുളസിത്തറയ്ക്കും ഗൃഹനിർമ്മാണത്തോടൊപ്പം തന്നെ പ്രാധാന്യം ഉള്ളതായിട്ട് ഇപ്പോൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള തുളസിത്തറ നമ്മുടെ വീട്ടിൽ നിലനിർത്തുന്നത് വളരെ ഐശ്വര്യദായകമാണ്. വീടിൻ്റെ വലിപ്പവും മുറ്റത്തിൻ്റെ വലിപ്പവും ഒക്കെ നോക്കിയിട്ടാണ് തുളസിത്തറ പണിയാറുള്ളത്. കിഴക്കു ഭാഗത്തായിട്ടാണ് തുളസിത്തറ നിലനിർത്തേണ്ടത്. അതുപോലെ തന്നെ പ്രധാന വാതിലിന് അഭിമുഖമായിട്ടാണ് തുളസിത്തറ പണിയേണ്ടത് എന്നും വാസ്തുശാസ്ത്രപ്രകാരം പറയപ്പെടുന്നു. സാധിക്കുന്നവർ പറ്റുന്നവരെ ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നിലനിർത്തുന്നത് തുളസി ദേവിയുടെ അനുഗ്രഹവും നമുക്ക് ഏത് സമയത്തും ഉണ്ടാകുന്നതിനും തുളസിത്തറയിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മുടെ വീടിന് ഐശ്വര്യവും നമ്മുടെ വീടുകളിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിറയ്ക്കുന്നതിന്, ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലേക്ക് പ്രസരിപ്പിക്കുന്നതിന് വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് തുളസിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ സാധിക്കുന്നവർക്ക് ഇതും നമ്മുടെ വീടുകളിൽ നിർമ്മിക്കാവുന്നതാണ്, അല്ലെങ്കിൽ തുളസിത്തറ സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്.
പിന്നീട് പറയുകയാണെങ്കിൽ കോലം ഇടുന്നതാണ്. നമ്മൾ സാധാരണ ബ്രാഹ്മണ കുടുംബങ്ങളിലൊക്കെ കോലം ദിവസേന അവർ നിത്യേന കോലം വരയ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ കോലം ഇടുന്നത് വളരെ ഐശ്വര്യദായകമാണ്. അത് എല്ലാവർക്കും സാധിക്കില്ല എങ്കിലും പറ്റുന്ന മുറയ്ക്ക് എല്ലാവരും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക ആ ഏരിയയിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതെ, ബ്രാഹ്മണന്മാരല്ലാത്തവരുടെ വീടുകളിലും ഉമ്മറത്തൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും? കോലം വരച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോലം ഇടുന്നത് വളരെ ഉത്തമമാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശത്രുദോഷം, ദൃഷ്ടിദോഷം, ദേവതാപ്രീതി ഇതൊക്കെ ലഭിക്കുന്നതിന്, ശത്രുദോഷവും ദൃഷ്ടിദോഷമൊക്കെ നമുക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊക്കെ നശിപ്പിക്കുന്നതിനും ദേവതാപ്രീതിക്കും വളരെ നല്ലതായിട്ടാണ് കോലം വരയ്ക്കുന്നത് കാണപ്പെടുന്നത്. വീടിൻ്റെ മുമ്പിലായിട്ടാണ് കോലം വരയ്ക്കേണ്ടത്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. പിന്നീട് നമ്മൾ പറയാനുള്ളത് നമ്മുടെ വീടുകളിൽ ഗ്രന്ഥങ്ങൾ, വളരെ അമൂല്യമായിട്ടുള്ള ഗ്രന്ഥസമ്പത്തിന് ഉടമകളാണ് നമ്മൾ ഹൈന്ദവർ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് വിപണിയിൽ വാങ്ങാൻ സാധിക്കും. പക്ഷേ കുറച്ച് കോസ്റ്റ്ലി ആണ് എങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഗ്രന്ഥങ്ങൾ നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ്. രാമായണം, ഭാഗവതം, മഹാഭാരതം, അതുപോലെ തന്നെ ദേവി മാഹാത്മ്യം എന്നീ തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ വീട്ടിലുണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഏതെങ്കിലും ഒന്നെങ്കിലും നമ്മുടെ വീടുകളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വാങ്ങി വെക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ വാങ്ങി വെക്കുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല, നമ്മളത് വായിക്കുകയും വേണം. ഇത്തരം ഗ്രന്ഥങ്ങൾ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിത്യേന ഒരു വരിയെങ്കിലും നമ്മൾ വായിക്കണമെന്നാണ് പറയാറുള്ളത്. ഗ്രന്ഥങ്ങളെ പട്ടിണിക്കിടാൻ പാടില്ല എന്നൊക്കെ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ചൊല്ലുകൾ കേട്ടിട്ടുണ്ട്. ഇനി ഇതിന് സാധിക്കാത്തവർക്ക് വളരെ തുച്ഛമായ പൈസയിൽ, നമുക്ക് വളരെ കുറഞ്ഞ പൈസയിൽ വാങ്ങാൻ സാധിക്കുന്ന സന്ധ്യാനാമ കീർത്തനങ്ങൾ അടങ്ങിയിട്ടുള്ള ബുക്കുകൾ നമുക്ക് വാങ്ങാൻ സാധിക്കും വിപണിയിൽ നിന്ന്. അപ്പോൾ ഇത് വാങ്ങി വയ്ക്കാവുന്നതാണ്. സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തിയതിന് ശേഷം ത്രിസന്ധ്യയ്ക്ക് നമുക്ക് ഇത്തരത്തിലുള്ള നാമജപങ്ങൾ ചെയ്യുന്നത് വളരെ അത്യുത്തമമാണ്. ഇതുകൂടാതെ തന്നെ ലളിതാ സഹസ്രനാമത്തിൻ്റെ പുസ്തകവും അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമവും നാരായണീയവും ഒക്കെ നമുക്ക് വിപണിയിൽ വളരെ കുറഞ്ഞ പൈസയിൽ തന്നെ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും അത്രയധികം വില, ഭാഗവതം, രാമായണം, ഭാഗവതം ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം വില ഇത്തരം പുസ്തകങ്ങൾക്ക് വരുന്നില്ല. അപ്പോൾ ഇതെങ്കിലും നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നേരത്തെ പറഞ്ഞ പ്രകാരം സന്ധ്യയ്ക്ക് നാമം ചൊല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതും നാരായണീയമൊക്കെ ചൊല്ലുന്നത് വളരെ നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം സാധാരണ രാവിലെയാണ് ചൊല്ലാറുള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ പൂജാമുറി ഉള്ളവരുടെ കാര്യമാണെങ്കിൽ, എല്ലാ വീടുകളിലും ചിലപ്പോൾ പൂജാമുറി ഉണ്ടായിരിക്കണമെന്നില്ല എങ്കിലും പൂജാമുറി ഉള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമ്മുടെ ഇഷ്ടദേവതയുടെയോ ദേവന്മാരുടെയൊക്കെ വിഗ്രഹമോ ഫോട്ടോയോ ഒക്കെ ആ ഒരു മുറിയിൽ സൂക്ഷിക്കേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹൈന്ദവ വീടുകളിൽ ഇത്തരത്തിലുള്ള ഫോട്ടോകളോ വിഗ്രഹങ്ങളോ ഒന്നെങ്കിലും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അവിടെയാണ് നമ്മൾ സാധാരണ വിളക്കൊക്കെ കൊളുത്തി വെച്ച് നാമം ചൊല്ലാനൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോ വയ്ക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ നമ്മുടെ വിനാശകനായിട്ടുള്ള ഭഗവാൻ ഗണപതിയുടെ ഫോട്ടോമോ വിഗ്രഹമോ ഒക്കെ വെക്കേണ്ടതാണ്. പ്രത്യേകം എടുത്തു പറയുന്നു, ഗണപതിക്ക് അവിടെ ഒരു സ്ഥാനം, വ്യക്തമായ സ്ഥാനം അവിടെ കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഗണപതി ഭഗവാന്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു ഫോട്ടോ അല്ലെങ്കിൽ വിഗ്രഹം അവിടെ കൃത്യമായും വെക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഫോട്ടോകളാണ് അല്ലെങ്കിൽ വിഗ്രഹങ്ങളാണ് ഗണപതി ഭഗവാന്റെ വീടിൽ സൂക്ഷിക്കാൻ ഏറ്റവും ഉചിതം എന്നുള്ളത് നമ്മൾ തൊട്ടു മുന്നത്തെ വീഡിയോയിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് കേൾക്കാത്തവർ അത് കേട്ടു നോക്കുക. അപ്പോൾ പൂജാമുറിയിൽ ഗണപതിക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോ അവിടെ ഉണ്ടാവണം. പിന്നീട് പറയുകയാണെങ്കിൽ ദേവിയുടെയോ ഭദ്രകാളിയുടെയോ ഒക്കെ ഫോട്ടോ വെക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നും പറയപ്പെടുന്നില്ല. കാരണം പൂജാമുറിയിൽ സൂക്ഷിക്കുന്ന ഫോട്ടോകളിലും വിഗ്രഹങ്ങളിലൊന്നും അത്രമേൽ എന്താ പറയുക, ആവാഹനം ചെയ്ത ശക്തികളൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഏതോ ഒരു ചിത്രകാരൻ എവിടെയോ ഇരുന്ന് അവരുടെ ഭാവനയിൽ കണ്ട് വരച്ചിട്ടുള്ള രൂപങ്ങളാണ് നമുക്ക് ഓരോ ദേവീ ദേവന്മാരുടെയും രൂപത്തിൽ നമുക്ക് മനസ്സിൽ സങ്കല്പിക്കുന്നതിന് വേണ്ടി അവരുടെ ഭാവനയിൽ വരച്ച രൂപങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല ആ അത്തരത്തിലുള്ള ദേവീ ദേവന്മാരുടെ രൂപം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിത്രങ്ങളൊന്നും ആവാഹിച്ച് വെച്ചിട്ടുള്ളതായിരിക്കില്ല കടകളിലൊന്നും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ കൊടുന്ന് സൂക്ഷിക്കുന്നതിനോട് അത്ര വലിയ തെറ്റ് എന്ന് പറയാനാകില്ല. പിന്നീട് പറയുകയാണെങ്കിൽ
മരിച്ചവരുടെ ഫോട്ടോകൾ നമ്മുടെ ഈ പൂജാമുറിയിലെ ഈ ദൈവങ്ങളുടെ ഇടയിൽ വയ്ക്കാതിരിക്കുന്നതാണ് വളരെ നല്ലത്. പിന്നീട് പറയുമ്പോൾ സന്ധ്യാനാമം ചൊല്ലുന്ന സമയത്തെ കാര്യമാണ്. സന്ധ്യാനാമം ചൊല്ലുമ്പോൾ നമ്മൾ വെറും നിലത്തിരുന്ന് ഭഗവാന്റെയോ ഭഗവതിയുടെയോ ഏത് ദേവീദേവന്മാരുടെയും നാമം നമ്മൾ ചൊല്ലാൻ പാടുള്ളതല്ല. അതിനുവേണ്ടി തടിപ്പലകയൊക്കെ ആണെങ്കിൽ പണ്ട് കാലത്ത് അതൊക്കെയാണ് ചെയ്തിരുന്നത്. അതില്ലാത്തവർക്ക് പുൽപ്പായയിലിരുന്നു കൊണ്ട് നാമം ജപിക്കാവുന്നതാണ്. നിലത്തിരിക്കാൻ ബുദ്ധിമുട്ട് പ്രയാസമുള്ളവർക്കാണെങ്കിൽ ചെയറിൽ ഉയർന്ന സ്ഥലത്തിരുന്നു കൊണ്ടും നാമം ചൊല്ലാവുന്നതാണ്. വെറും നിലത്തിരുന്ന് നാമം ചൊല്ലിക്കൂടാ എന്ന് മാത്രമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പിന്നീട് പറയുകയാണെങ്കിൽ കിണ്ടി, അത് ഏതൊരു ഹൈന്ദവ വീടുകളിലും വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുവായി എപ്പോഴും ഉണ്ടായിരിക്കേണ്ട ഒരു വസ്തുവാണ് കിണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നിലവിളക്ക് കൊളുത്തി വെക്കുന്ന സമയത്ത് തൊട്ടടുത്ത് തന്നെ ഒരു കിണ്ടി ഉണ്ടായിരിക്കണം. ആ കിണ്ടിയിൽ നിറച്ച് വെള്ളം, ശുദ്ധമായിട്ടുള്ള വെള്ളം, തീർത്ഥം നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് കിണ്ടി ഉപയോഗിക്കുന്നത്. അതിൽ ഒരു തുളസി ഇലയോ അതുമല്ലെങ്കിൽ ഒരു വെളുത്ത പുഷ്പമോ അതിൽ ഇട്ട് വയ്ക്കാവുന്നതാണ്. വെറും വെള്ളം മാത്രം കിണ്ടിയിൽ നിറച്ച് വെക്കരുത്. ഇതും വളരെ നല്ലതാണ്. അപ്പോൾ കിണ്ടി എന്ന് പറയുന്നത് നിലവിളക്കിനെ പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു വസ്തുവാണ് കിണ്ടി എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് ഗായത്രി മന്ത്രം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠകരമാണ്. കിണ്ടിയിൽ വെള്ളം നിറച്ച് വെച്ച് അതുപോലെ തന്നെ അതിൽ ഒരു മറ്റേ തുളസി ഇലയോ അതല്ലെങ്കിൽ ഒരു വെളുത്ത പുഷ്പമോ അതിലിട്ടതിന് ശേഷം നമ്മൾ ഗായത്രി മന്ത്രം ചൊല്ലുന്നത് വളരെ ശ്രേഷ്ഠകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വളരെ ശുഭകരമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അന്നേ ദിവസം നമുക്ക് രാവിലെ ലഭിക്കുന്ന ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മളെ അന്നത്തെ ദിവസം മുഴുവൻ നമുക്കത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ ഒരു ദിവസം നമുക്ക് അത്രത്തോളം എനർജിയോട് കൂടിയിട്ട് യാതൊരു വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതെ നല്ലൊരു ദിവസമായി കടന്നു പോകുന്നതിന് ഇത്തരത്തിൽ രാവിലെ തന്നെ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്. പിന്നീട് പറയുകയാണെങ്കിൽ നിറപറ ഏതൊരു ഹൈന്ദവ വീടുകളിലും അത്യാവശ്യം വേണ്ട ഒരു വസ്തുവിൽ പെട്ട ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ നാഴി, ഇത് രണ്ടും പറ്റുന്നവർക്ക് വാങ്ങി വയ്ക്കാം. ഇനി പറ വാങ്ങാനായിട്ട് സാധിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു നാഴി നിർബന്ധമായി നിങ്ങളുടെ വീടുകളിൽ ഉണ്ടായിരിക്കണം. വളരെ കൃത്യമായി പറയുകയാണെങ്കിൽ പറയും നാഴിയും വേണ്ടതാണ്. ഇനി പറ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നാഴി നിർബന്ധമായി നിങ്ങളുടെ വീടുകളിൽ ഉണ്ടായിരിക്കണം. ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ ഈ പറഞ്ഞ പ്രകാരത്തിലുള്ള ഇത്രയും സാധനങ്ങൾ നിർബന്ധമായി നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിലോ ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നീട് സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിങ്ങൾ സാമ്പത്തികമായി ഏത് നിലയിൽ നിൽക്കുന്നവരാണ് എങ്കിൽ അതിനനുസരിച്ച് അഷ്ടമംഗല്യത്തട്ട് നിങ്ങളുടെ വീട് സെറ്റായിട്ട് അഷ്ടമംഗല്യത്തട്ട് പല വിലയിലുള്ളത് നമ്മളെക്കൊണ്ട് വാങ്ങിക്കാൻ സാധിക്കുന്ന വിലയിലുള്ളതും അതിൽ കൂടുതലുള്ളതും കുറച്ചും കൂടി നല്ലതായിട്ടുള്ള അഷ്ടമംഗല്യ തട്ടുകളുടെ ഒരു സെറ്റ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അതും അഷ്ടൈശ്വര്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് അഷ്ടമംഗല്യ തട്ട് വീടുകളിൽ സൂക്ഷിക്കുന്നതും അതുപോലെ തന്നെ വിവാഹ മംഗളാദി കർമ്മങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ വീടുകളിൽ ഉള്ളത് വളരെ നല്ലതായിട്ട് കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ വാൽക്കണ്ണാടി, ആറന്മുള വാൽക്കണ്ണാടി എല്ലാവർക്കും വാങ്ങിക്കാൻ സാധിക്കില്ല എങ്കിലും വാൽക്കണ്ണാടി നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുന്നതും അത്രത്തോളം വളരെ ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ ഹിന്ദുക്കൾ ആചരിക്കേണ്ട ചില പാരമ്പര്യ ശീലങ്ങളൊക്കെ ഉണ്ട്. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുക, ക്ഷേത്രത്തിൽ പോവുക, അതുപോലെ തന്നെ വ്രതം എടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് അന്യം നിന്ന് പോകുന്ന കാര്യങ്ങളായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹം ഇന്ന് പല തെറ്റുകൾ ചെയ്യാൻ അവർ പ്രാപ്തരാകുന്നതും ഇത്തരത്തിലുള്ള കുട്ടികൾ വഴിതെറ്റി പോകുന്നതൊക്കെ ഇത്തരത്തിലുള്ള നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ദിനചര്യ പോലെ തന്നെ നമ്മളുടെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നമ്മുടെ സംസ്കാരത്തെ ചെയ്യാതെ നമ്മൾ വിട്ടു നിൽക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള തെറ്റായ നെഗറ്റീവ് ഊർജ്ജം നമ്മളിൽ പ്രവേശിക്കുന്നതും നെഗറ്റീവ് ചിന്തകൾ നമ്മളെ ചെയ്യാൻ പ്രാപ്തരാക്കുന്നതും ഇതൊക്കെ ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് ചെറുപ്പകാലത്തെ ഇത്തരത്തിലുള്ള വാസനകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ശീലങ്ങൾ അവരിലേക്ക് വളർത്തിയെടുക്കാനായിട്ട് മാതാപിതാക്കളാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ കുട്ടികളെ നല്ല നിലയ്ക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നതിന് ഇത്തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ ഒരു പരിധിവരെ അവരെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നും നല്ല രീതിയിലുള്ള മക്കളായി വളരുവാനും നല്ല ചിന്തകൾ അവരുടെ കുഞ്ഞു മനസ്സുകളിൽ ചെറുപ്പത്തിലേ തന്നെ ഊട്ടി ഉറപ്പിക്കുവാനും ഇത്തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും
ഒക്കെ നമ്മുടെ വീടുകളിൽ ചെയ്യുന്നതൊക്കെ അവർ കണ്ടു വളരുമ്പോൾ തന്നെ അവരും ആ പാതയിലേക്ക് സ്വാഭാവികമായി മാറിത്തീരും. അങ്ങനെ നല്ലൊരു തലമുറയെ നമ്മുടെ സംസ്കാരത്തിനോട് ചേർത്ത് വെക്കാനായിട്ട് നല്ല രീതിയിൽ മക്കളെ വളർത്തുന്നതിനൊക്കെ നമുക്ക് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ലളിതമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഒരുപക്ഷെ നിങ്ങളെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കുമെങ്കിലും ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ഹരി ഓം.